ഹലോ എവരി വൺ. ലിമിറ്റ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെഷേർഡ് സൈസ് ഓഫ് ദ ഡയമെൻഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: ബേസിക് സൈസ്, നോമിനൽ സൈസ്, അലൗഡ് സൈസ്, ആക്ച്വൽ സൈസ്. ഒരു കമ്പോണൻറ്റിൻ്റെ മെഷേർഡ് സൈസിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ബേസിക് സൈസ് ആണോ, നോമിനൽ സൈസ് ആണോ, അലൗഡ് സൈസ് ആണോ, ആക്ച്വൽ സൈസ് ആണോ? നമുക്ക് ഈ ഓപ്ഷൻ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ബേസിക് സൈസ്? ഡിസൈൻ ഡയമെൻഷനെയാണ് നമ്മൾ ബേസിക് സൈസ് എന്ന് പറയുന്നത്. അതായത് എക്സാക്റ്റ് തിയററ്റിക്കൽ സൈസ് ബൈ ഡിസൈൻ. ഡിസൈൻ ഡയമെൻഷനാണ് എന്ത്? ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഈ ബേസിക് സൈസ് ഹോളിനും ഷാഫ്റ്റിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കറിയാം ഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെയും ഡിസിഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? ഷാഫ്റ്റ്. അത് സിലിണ്ടറിക്കൽ തന്നെ ആവണമെന്നില്ല, എല്ലാ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെയും. അതുപോലെ എല്ലാ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനെയും നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? ഹോൾ. ഈ ബേസിക് ലൈനിൽ നിന്നാണ് നമ്മൾ എല്ലാ ഡീവിയേഷനും മെഷർ ചെയ്യുന്നത്. ബേസിക് ലൈൻ 0 ഡീവിയേഷൻ ലൈനാണ്. ആ ലൈനിൽ നിന്നാണ് എല്ലാ ഡീവിയേഷനും മെഷർ ചെയ്യുന്നത്. ഇനി എന്താ ആക്ച്വൽ സൈസ്? ആക്ച്വൽ മെഷേർഡ് ഡയമെൻഷൻ ഓഫ് എ പാർട്ട്. ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞുള്ള ആക്ച്വൽ മെഷേർഡ് ഡയമെൻഷനാണ് എന്ത്? ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റ് ഓഫ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ആക്ച്വൽ സൈസിന് പെർമിസിബിൾ ആയിട്ടുള്ള രണ്ട് എക്സ്ട്രീം ലിമിറ്റിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലിമിറ്റിനിടയിലായിരിക്കും ആക്ച്വൽ സൈസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മെഷേർഡ് ഡയമെൻഷൻ ഓഫ് എ കമ്പോണൻ്റ് ആയിരുന്നു. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആക്ച്വൽ സൈസ്. ആക്ച്വൽ സൈസ് ആണ് മെഷേർഡ് ഡയമെൻഷൻ ഓഫ് എ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം സൈസസ് അലൗഡ് ഇൻ മാനുഫാക്ചേർഡ് കമ്പോണൻ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ: ക്ലിയറൻസ്, അലവൻസ്, ടോളറൻസ്, ലിമിറ്റ്. ഒരു കമ്പോണൻറ്റിൻ്റെ മാക്സിമം അലവബിൾ സൈസും മിനിമം അലവബിൾ സൈസും തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ആക്ച്വൽ സൈസ് ലൈ ചെയ്യേണ്ട രണ്ട് എക്സ്ട്രീം പെർമിസിബിൾ സൈസസിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് ഓഫ് സൈസിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിലെ ലോവർ വാല്യൂവിനെയാണ് നമ്മൾ ലോവർ എക്സ്ട്രീം സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം ലിമിറ്റ് ഓഫ് സൈസ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ സപ്പോസ് ഒരു ഹോളാണെങ്കിൽ അതിന് ഒരു മാക്സിമം പെർമിസിബിൾ ലിമിറ്റും ഉണ്ടാവും, ഒരു മിനിമം പെർമിസിബിൾ ലിമിറ്റും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ മാക്സിമം പെർമിസിബിൾ ലിമിറ്റിൻ്റെയും മിനിമം പെർമിസിബിൾ ലിമിറ്റിൻ്റെയും ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഹോളിൻ്റെ കേസാണെങ്കിൽ ഹോളിൻ്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിൻ്റെയും ഹോളിൻ്റെ മിനിമം പെർമിസിബിൾ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോളറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് എ ഡയമെൻഷൻ ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതായിരുന്നു, മാക്സിമം അലവബിൾ സൈസും മിനിമം അലവബിൾ സൈസും തമ്മിലുള്ള ഡിഫറൻസ് ടോളറൻസ്. ഇനി നെക്സ്റ്റ് എന്താ അലവൻസ് എന്ന് വെച്ചാൽ മേറ്റിംഗ് പാർട്ടിൻ്റെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ഓഫ് മേറ്റിംഗ് പാർട്സ്. മേറ്റിംഗ് പാർട്സ് എന്ന് വെച്ചാൽ എന്താ? ഹോളും ഷാഫ്റ്റും. ഈ ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും മാക്സിമം മെറ്റീരിയൽ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിന് അതിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് വെച്ചാൽ ഹോളിൻ്റെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ഹോളാണ്. അതായത് ഒരു ഹോളിൽ മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ വരുന്ന എവിടെയായിരിക്കും? അതിൻ്റെ ലോവർ ലിമിറ്റിൽ അത് മാനുഫാക്ചർ ചെയ്യുമ്പോഴായിരിക്കും. ഹോളിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കുമ്പോഴായിരിക്കും അവിടെ മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ വരുന്നത്. അതേപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ഷാഫ്റ്റാണ്. ഷാഫ്റ്റ് അതിൻ്റെ അപ്പർ ലിമിറ്റിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴായിരിക്കും അവിടെ മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അലവൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ സൈസ്
ഹോളിൻ്റെ സൈസിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് അലവൻസും ഷാഫ്റ്റിൻ്റെ സൈസ് ഹോളിൻ്റെ സൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് അലവൻസുമാണ് വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം അലവബിൾ സൈസ് ഈസ് ടോളറൻസ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പിൻ ഈസ് ഫിറ്റഡ് ഇൻ എ ഹോൾ. The tolerance zone of the pin is entirely above the hole. The fit obtained will be option clearance fit, transition fit, interference fit, none of the above. ഒരു പിന്ന് ഒരു ഹോളിൽ ഫിറ്റഡ് ആണ്. ഈ പിന്നിൻ്റെ ടോളറൻസ് സോൺ ഹോളിൻ്റെ ടോളറൻസ് സോൺ എൻറ്റയർലി എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മേറ്റിംഗ് പാർട്ട് അവിടെ ഉണ്ടാക്കുന്ന ഫിറ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയറൻസ് ഫിറ്റ് ആയിരിക്കുമോ, ട്രാൻസിഷൻ ഫിറ്റ് ആയിരിക്കുമോ, ഇൻ്റർഫറൻസ് ഫിറ്റ് ആയിരിക്കുമോ? എന്താണ് ഫിറ്റ് എന്ന് വെച്ചാൽ രണ്ട് മേറ്റിംഗ് പാർട്ട്, അതായത് ഷാഫ്റ്റും ഹോളും തമ്മിലുണ്ടാക്കുന്ന ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ്സിന് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ലൂസ്നെസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിറ്റ് എന്ന് പറയുന്നത്. രണ്ട് മേറ്റിംഗ് പാർട്ടുകൾ തമ്മിലുണ്ടാക്കുന്ന ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓർ ലൂസ്നെസ്. 3 ബേസിക് ടൈപ്പ് ഫിറ്റുകളുണ്ട്: ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്. ഇതിൽ ഏത് ഫിറ്റാണ് എന്ന് പറയുന്നത് മേറ്റിംഗ് പാർട്ടിൻ്റെ ടോളറൻസ് സോണിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ക്ലിയറൻസ് ഫിറ്റ്? ക്ലിയറൻസ് ഫിറ്റിൽ മേറ്റിംഗ് പാർട്ടുകൾക്കിടയിൽ എപ്പോഴും ഒരു സ്പേസ് അല്ലെങ്കിൽ ക്ലിയറൻസ് ഉണ്ടാവും. അതായത് ഹോളിനും ഷാഫ്റ്റിനും ഇടയിൽ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഹോളിൻ്റെ സൈസ് എന്തായിരിക്കും, ഷാഫ്റ്റിൻ്റെ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഹോളിൻ്റെ മിനിമം പെർമിസിബിൾ സൈസ് ഷാഫ്റ്റിൻ്റെ മാക്സിമം പെർമിസിബിൾ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഹോളിൻ്റെ ലോവർ ലിമിറ്റ് എപ്പോഴും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് ഹോളിൻ്റെ അപ്പർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഹോള് അതിൻ്റെ അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഷാഫ്റ്റ് അതിൻ്റെ ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ആകുമ്പോഴാണ് അവിടെ മാക്സിമം ക്ലിയറൻസ് വരുന്നത്. അതുപോലെ മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്ലിയറൻസ് ഫിറ്റിൽ 3 ടൈപ്പ് ഉണ്ട്: ലൂസ് ഫിറ്റ്, റണ്ണിങ് ഫിറ്റ്, സ്ലൈഡ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത് മേറ്റിംഗ് പാർട്ടുകൾക്കിടയിൽ ലാർജ് ക്ലിയറൻസ് പോസിബിൾ ആണ്. ഈ ഒരു ടൈപ്പ് ഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത്. പുള്ളി, അഗ്രികൾച്ചർ മെഷീനറീസ് ഒക്കെ ലൂസ് ഫിറ്റ് ടൈപ്പാണ്. അതുപോലെ റണ്ണിങ് ഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓയിൽ ലൂബ്രിക്കേഷൻ ഫിലിം മെയിൻറ്റെയിൻ ചെയ്യേണ്ട മാത്രമുള്ള ക്ലിയറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് വളരെ ചെറിയ ക്ലിയറൻസേ ഉണ്ടാവുള്ളൂ. ബിയറിംഗ് ബെയറിലൊക്കെ റണ്ണിങ് ഫിറ്റാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫിറ്റ് എന്നുകൂടി പറയും. ഇനി സ്ലൈഡ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ്. സ്ലൈഡ് ഫിറ്റ് അല്ലെങ്കിൽ മീഡിയം ഫിറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്ലിയറൻസ് ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് 0 ക്ലിയറൻസ് ആയിരിക്കും ഈ ഒരു ക്ലിയറൻസ് ഫിറ്റിലുണ്ടാവുക. സ്ലൈഡ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ്. ഇത് സ്ലൈഡ് വാൽവുകളിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ക്ലിയറൻസ് ഉണ്ടാവുക. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റിൽ 3 ടൈപ്പ്: ലൂസ് ഫിറ്റ്, റണ്ണിങ് ഫിറ്റ് ആൻഡ് മീഡിയം ഫിറ്റ്. ഇനി എന്താ ഇൻ്റർഫറൻസ് ഫിറ്റ്? ഹോളും ഷാഫ്റ്റിനും തമ്മിലുള്ള നെഗറ്റീവ് ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഹോളിൻ്റെ സൈസ് എപ്പോഴും ഷാഫ്റ്റിൻ്റെ സൈസിനേക്കാൾ കുറവായിരിക്കും. ഇൻ്റർഫറൻസ് ഫിറ്റിൽ ഹോളിൻ്റെ സൈസ് എപ്പോഴും ഷാഫ്റ്റിൻ്റെ സൈസിനേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ഹോളിൻ്റെ അപ്പർ ലിമിറ്റ് ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. അതായത് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണ് എപ്പോഴും ഹോളിൻ്റെ ടോളറൻസ് സോണിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക, ഇൻ്റർഫറൻസ് ഫിറ്റിലുണ്ടാവുക. മാക്സിമം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ മിനിമം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഹോളിൻ്റെ അപ്പർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഇൻ്റർഫറൻസ്. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻ്റർഫറൻസ് ഫിറ്റിൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണ് ഹോളിൻ്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും. ഇനി ക്ലിയറൻസ് ഫിറ്റിൻ്റെ കേസിലാണെങ്കിലോ ഹോളിൻ്റെ ടോളറൻസ് സോണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പിന്നിൻ്റെ ടോളറൻസ് സോണ് ഹോളിൻ്റെ ടോളറൻസ് സോണിന് എൻറ്റയർലി എബോവ് ആണെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണ് എൻറ്റയർലി എബോവ് ഹോളിൻ്റെ ടോളറൻസ് സോൺ. അപ്പോൾ എന്തായിരിക്കും അവിടെ ഫിറ്റ് വരുന്നത്, ഇൻ്റർഫറൻസ് ഫിറ്റ് ആയിരിക്കും. ആൻസർ ഇൻ്റർഫറൻസ് ഫിറ്റ് ആയിരിക്കും. ഇനി ഇൻ്റർഫറൻസ് ഫിറ്റിൽ 3 ടൈപ്പ് നമുക്ക് അറിയാം: സ്വിംഗ് ഫിറ്റ് അല്ലെങ്കിൽ ഹെവി ഫോഴ്സ് ഫിറ്റ്, മീഡിയം ഫോഴ്സ് ഫിറ്റ്, പ്രസ് ഫിറ്റ് അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ്. ഇതിൽ
മാക്സിമം നെഗറ്റീവ് അലവൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്ട്രിങ് ഫിറ്റ് അല്ലെങ്കിൽ ഹെവി ഫോഴ്സ് ഫിറ്റ് എന്ന് പറയും. മാക്സിമം നെഗറ്റീവ് അലവൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതായത് ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാക്സിമം എന്ത് പറയുന്നത്? നെഗറ്റീവ് അലവൻസ് അല്ലെങ്കിൽ മാക്സിമം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഫിറ്റിൽ നമ്മൾ ഹോള് ഹീറ്റ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഷാഫ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് കൂൾ ചെയ്യുകയാണ് ചെയ്യുക. ഇനി മീഡിയം നെഗറ്റീവ് അലവൻസ് ഉള്ളതാണ് നമ്മൾ മീഡിയം ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഒരു ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നത്? ഹോളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് വണ്ണാണ് ടൈറ്റ് ഫിറ്റ് അല്ലെങ്കിൽ പ്രസ് ഫിറ്റ്. അതായത് സ്ലൈറ്റ് നെഗറ്റീവ് അലവൻസ്, വളരെ കുറച്ച് നെഗറ്റീവ് അലവൻസ് ഉള്ള ടൈപ്പ് ഫിറ്റാണ് എന്ത്? ടൈറ്റ് ഫിറ്റ് അല്ലെങ്കിൽ പ്രസ് ഫിറ്റ്. ഇതിൽ നമ്മൾ ഒരു ഹാൻഡ് ഹാമറോ അല്ലെങ്കിൽ ലൈറ്റ് പ്രഷർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷാഫ്റ്റ് ഹോളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയറൻസ് ഫിറ്റിലാണെങ്കിലും ഇൻ്റർഫറൻസ് ഫിറ്റിലാണെങ്കിലും ടോളറൻസ് സോണുകൾ ഓവർലാപ്പ് ചെയ്യില്ല. ക്ലിയറൻസ് ഫിറ്റിലാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണ് ഹോളിൻ്റെ ടോളറൻസ് സോണിന് താഴെയായിരിക്കും. ഇൻ്റർഫറൻസ് ഫിറ്റിലാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണ് ഹോളിൻ്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും. ഇനി തേർഡ് വൺ ട്രാൻസിഷൻ ഫിറ്റ്സ്. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്താവാം? ക്ലിയറൻസ് ഫിറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഫിറ്റ് ആവാം. അതായത് മേറ്റിംഗ് കമ്പോണൻറ്റിൻ്റെ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും അനുസരിച്ചിട്ട് ഇത് ഒന്നുകിൽ ക്ലിയറൻസ് ഫിറ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻ്റർഫറൻസ് ഫിറ്റ് ഫോം ചെയ്യാം. അതായത് ഇതിൻ്റെ ടോളറൻസ് സോണുകൾ, മേറ്റിംഗ് പാർട്ടിൻ്റെ ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും സൈസിനനുസരിച്ചായിരിക്കും അവിടെ ക്ലിയറൻസ് ഫിറ്റ് ആണോ ഇൻ്റർഫറൻസ് ഫിറ്റ് ആണോ ഫോം ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ക്ലിയറൻസ് ഫിറ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഫിറ്റ് ഫോം ചെയ്യാം. ഇവിടെ ടോളറൻസ് സോണുകൾ, ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും ടോളറൻസ് സോണുകൾ ഓവർലാപ്പ് ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് 3 ഫിറ്റും ഒന്നുകൂടെ നോക്കാം. ക്ലിയറൻസ് ഫിറ്റിലാണെങ്കിൽ ഹോളിൻ്റെ ടോളറൻസ് സോണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിനേക്കാൾ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഹോളിൻ്റെ സൈസ് ഷാഫ്റ്റിൻ്റെ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻ്റർഫറൻസ് ഫിറ്റിലാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോൺ ഹോളിൻ്റെ ടോളറൻസ് സോണിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ സൈസ് എപ്പോഴും ഹോളിൻ്റെ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. ട്രാൻസിഷൻ ഫിറ്റിലാണെങ്കിൽ ഈ 2 ടോളറൻസ് സോണുകളും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അതിൽ ഏത് വേണമെങ്കിലും ആവാം, ഇൻ്റർഫറൻസ് ഫിറ്റും ആവാം, ക്ലിയറൻസ് ഫിറ്റും ആവാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പിന്നിൻ്റെ ടോളറൻസ് സോണ് ഹോളിൻ്റെ ടോളറൻസ് സോണ് എൻറ്റയർലി എബോവ് ആണ്. അതായത് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോൺ എൻറ്റയർലി എബോവ് ഹോളിൻ്റെ ടോളറൻസ് സോണാണ്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഫിറ്റ് ഏതായിരിക്കും? ഇൻ്റർഫറൻസ് ഫിറ്റ്. ആൻസർ ഓപ്ഷൻ സി, ഇൻ്റർഫറൻസ് ഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when tolerance is given on one side of the basic dimension, it is called options: tolerance system, allowance system, unilateral tolerance, bilateral tolerance. ബേസിക് സൈസിൻ്റെ അല്ലെങ്കിൽ ബേസിക് ഡയമെൻഷൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ടോളറൻസ് എങ്കിൽ നമ്മളതിനെ യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയും. ആൻസർ ഓപ്ഷൻ സി. ബേസിക് സൈസിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഡയമെൻഷൻസിന് വേരി ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമുക്കതിനെന്ത് പറയാം? യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയാം. ഒന്നുകിൽ ബേസിക് സൈസിന് മുകളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വേരി ചെയ്യുള്ളൂ. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ബേസിക് സൈസിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ ബേസിക് സൈസിന് താഴെ. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബേസിക് സൈസിൻ്റെ ഒരു സൈഡിൽ തന്നെയായിരിക്കും. ഇവിടെ ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നുകിൽ ബേസിക് സൈസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബേസിക് സൈസിൻ്റെ താഴെയാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കാണാൻ പറ്റുക. ബേസിക് സൈസിൻ്റെ 2 സൈഡിലുമായിട്ട് എന്തുണ്ടാവില്ല? ടോളറൻസ് സോൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡയമെൻഷൻസ് വേരി ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ബൈലാറ്ററൽ ടോളറൻസ്. ബേസിക് സൈസിൻ്റെ 2 സൈഡിലും ഒരു കമ്പോണൻറ്റിൻ്റെ ഡയമെൻഷന് വേരി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിനെന്ത് പറയാം? ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയാം. അതായത് ബേസിക് സൈസിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടാവുക. ബേസിക് സൈസിൻ്റെ മുകളിലായിരിക്കും അപ്പർ ലിമിറ്റ് ഉണ്ടാവുക, ബേസിക് സൈസിൻ്റെ താഴെയായിരിക്കും ലോവർ ലിമിറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ 40 ആണ് ബേസിക് സൈസ്. ബേസിക് സൈസ് 40യുടെ മുകളിലും താഴെയായിട്ടാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരുന്നത്. ബേസിക് സൈസിൻ്റെ താഴെ ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബേസിക് സൈസിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ
പോസിറ്റീവ് വാല്യൂ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേസിക് സൈസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഇവിടെ ടോളറൻസ് സോൺ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹോൾ ബേസിക് സിസ്റ്റം, ഓപ്ഷൻ എ ദ സൈസ് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് മെയ്ഡ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ബി ദ സൈസ് ഓഫ് ദ ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ സി ദ പെർമിസിബിൾ ടോളറൻസ് ആർ ഗിവൺ ഓൺ ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി അലവൻസ് ഈസ് ഗിവൺ ഓൺലി ഓൺ ദ ഹോൾ. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ നമ്മൾ ഹോളിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഷാഫ്റ്റിൻ്റെ സൈസാണ് വേരി ചെയ്യുന്നത്. ഇങ്ങനെ ഷാഫ്റ്റിൻ്റെ സൈസ് വേരി ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിറ്റ് കിട്ടുന്നത്. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ഹോളിൻ്റെ ലോവർ ലിമിറ്റ് ബേസിക് സൈസിന് സെയിം ആയിരിക്കും. അതായത് ഹോളിൻ്റെ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. ബേസിക് സൈസുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഹോളിൻ്റെ ലോവർ ലിമിറ്റ് ഉണ്ടാവുക. ബേസിക് സൈസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹോളിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഇനി ഹോൾ ബേസിക് സിസ്റ്റത്തിൽ നമ്മൾ ബേസിക് ഹോളിനെ ക്യാപിറ്റൽ H എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ലോവർ ഡീവിയേഷൻ 0 ആയിട്ടുള്ള ഹോളാണ് ക്യാപിറ്റൽ H. സാധാരണ ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹോൾ ബേസിക് സിസ്റ്റമാണ്. ക്യാപിറ്റൽ H ആണ് ബേസിക് ഹോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? ബേസിക് സൈസുമായിട്ട് സെയിം ആയിരിക്കും. അവിടെ ഡിഫറെൻറ്റ് ഷാഫ്റ്റ് സൈസിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഫിറ്റുകൾ ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിലാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ സൈസാണ് കോൺസ്റ്റൻറ്റ്, ഹോളിൻ്റെ സൈസാണ് വേരി ചെയ്യുന്നത്. ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ ഷാഫ്റ്റിൻ്റെ അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റാണ് ബേസിക് സൈസിന് ഈക്വൽ ആയിട്ട് വരുന്നത്. ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റാണ്. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ഹോളിൻ്റെ ലോവർ ലിമിറ്റാണ് ബേസിക് സൈസിന് സെയിം ആയെങ്കിൽ ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റാണ് ബേസിക് സൈസിന് സെയിം ആയിട്ട് വരുന്നത്. നമ്മൾ ഹോൾ ബേസിക് സിസ്റ്റത്തിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ ബേസിക് ഷാഫ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ H വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇൻ ഹോൾ ബേസിക് സിസ്റ്റം ദ സൈസ് ഓഫ് ദ ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി.